Hi, welcome to Prime Chamber. Today we have Rahul Vamadevan, the CEO of Bisol Global. He is a business financial planner and a specialized in sales coach. He is here to discuss with us the personal financial planning for entrepreneurs. Hi, Rahul. Hi. So, Rahul, my first question for you is why do entrepreneurs often neglect ഒരു personal financial planning? A good question. First of all, millionaire on paper, beggars in reality. That's a simple answer for that. Can you explain it a bit more for layman? Something like നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഷോർട്ടർ സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നമ്മളുടെ സ്കിൽസും നോളജും ഒക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് സാലറി പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. സോ അത് ഒരു പരിധി വരെ അക്സെപ്റ്റബിൾ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിലേക്ക് നമ്മൾ നമ്മുടെ സ്കിൽസും നമ്മുടെ നോളജ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ എൻറ്റയർ എഫേർട്സ് നമ്മൾ ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. ഫോർ എ ലോങ്ങർ റൺ ഇത് ഹാബിറ്റ് ആക്കിയാൽ ഇറ്റ്സ് വെരി റിസ്കി. ബിസിനസ് ബുക്സ് ഓഫ് റെക്കോർഡിൽ മില്യൺസിൻ്റെ ടേൺ ഓവേഴ്സ് കാണിക്കും. ബട്ട് ഇൻ റിയാലിറ്റി ലൈഫിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഷോർട്ട് ടൈം, ലോങ് ടൈം ആൻഡ് മെനി ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ നീഡ്സ് നമ്മൾ രണ്ട് പെർസ്പെക്റ്റീവിൽ മാനേജ് ചെയ്യുന്നുണ്ട് with different emotions, different aspects. So that's why I said something like millionaire in paper, beggar in reality. ഒരു entrepreneur ആളുടെ പേഴ്സണലും ബിസിനസ്സും ഫിനാൻസസ് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാതെ അത് മിക്സ് ചെയ്താൽ അത് എങ്ങനെയാണ് അവരെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? It's something like saying pouring acid into drinking water. One sip, that's it. കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ഫൈനാൻഷ്യൽ നീഡ്സ്, നമ്മുടെ എക്സ്പെക്റ്റഡ് ഫൈനാൻഷ്യൽ നീഡ്സിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഫൈനാൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഫാമിലിയുടെ നീഡ്സാണ്. ഇത് രണ്ടും രണ്ട് ഗോൾസിനെ ബേസ് ചെയ്ത് രണ്ട് ഡയമെൻഷനിലാണ് പോകുന്നത്. ബട്ട് ഇത് പാരലി നമ്മളിത് മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ ബിസിനസ് ഫൈനാൻഷ്യൽ നീഡ്സ്, ഫാമിലി ഫൈനാൻഷ്യൽ നീഡ്സ് വരുമ്പോൾ പ്രയോറിറ്റി കൂടാം കുറയാം. അത് ചിലപ്പം ഹസ്ബൻഡാണ് ബിസിനസ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് കൂടാം. പക്ഷേ സ്പൗസിൻ്റെയോ കുഞ്ഞുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതിന് മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ തിരിച്ച് ബിസിനസ് ഫൈനാൻഷ്യൽ നീഡ്സിൽ വരുമ്പോൾ ഫാമിലി ഫൈനാൻഷ്യൽ നീഡ്സിൻ്റെ പ്രയോറിറ്റി കുറയാം. കാരണം അപ്പോൾ അവിടെ വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസുകൾ, ഡേ ടു ഡേ പ്രയോറിറ്റി നീഡ്സ്, കമ്പനിയുടെ പെർസ്പെക്റ്റീവ്സ്, ടേംസ്, അവർ വെച്ചിരിക്കുന്ന പല പല ഡെഡ് ലൈൻസ്, പ്രോജക്റ്റ് ഗൈഡ് ലൈൻസ് എല്ലാം ബേസ് ചെയ്ത് നമുക്ക് ഇതൊരിക്കലും മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇതെപ്പോഴും പാരലി നമ്മൾ കൊണ്ടുപോവുകയും വേണം. വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഒരു ഓൺട്രപ്രനർ എന്ന നിലയിൽ നമുക്ക് വേണം. കൃത്യമായ പീരിയഡുകളിൽ നമ്മളെന്താണ് നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ നീഡ്സിലേക്ക് നമ്മൾ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി നമ്മൾ ഒരു സം എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട്, അത് നോട്ട് ഓൺലി സാലറി, ഒരു സാലറി അല്ല ഞാൻ പറയുന്നത്, അവരുടെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം നീഡിനെ ബേസ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ആക്കി കറക്റ്റായിട്ട് നമ്മളത് പ്ലേസ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചോളം ഒരു റിട്ടയർമെന്റ് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പീരീഡ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ ബിസിനസ്സിനെ റിലൈ ചെയ്യുന്ന ഒരു വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ? 100% നോട്ട്. കാരണം ബിസിനസ്സിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഷ്യസ്നസ് അവിടെ വേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. നമ്മളത് നെക്സ്റ്റ് ജനറേഷനിലേക്കാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ റെലവൻസ് എത്രത്തോളമുണ്ട്, നമ്മളുടെ ഡിസിഷൻ പവർ എത്രത്തോളമുണ്ട്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ഒരു 30 to 60 എന്ന് പറയുന്ന ഏജ് എന്ന് പറയുന്നൊരു 30 years ആണ് നമ്മുടെ ഒരു ഡ്യൂറേഷൻ. ആ സമയത്ത് നല്ല ഹെൽത്ത് ഉണ്ട്, നമുക്ക് പല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സോളിഡ് സോഴ്സസ് ഉണ്ട്, ത്രൂ റിലേഷൻഷിപ്പ്, ത്രൂ നമ്മുടെ സാഹചര്യങ്ങളെല്ലാമായിട്ട്. ബട്ട് ആഫ്റ്റർ 60 ഓൺട്രപ്രണേഴ്സ് മജോറിറ്റി അവർ റിട്ടയർ ആകുന്നത് 70s അതല്ലേ ആ ഒരു റേഞ്ചിലാണ്. അവർക്ക് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ റിട്ടയർമെൻറ്റ് മജോറിറ്റി. എങ്കിലും ചില കേസസിൽ ദേ ആർ കൺസിഡർ ഏർലി റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് 60 എന്ന് പറയുമ്പോൾ 60 എന്ന് പറയുന്ന ഏജിൽ റിട്ടയർ ആകുന്ന ഒരാൾ നെക്സ്റ്റ് 30 yearsലേക്ക് അവരുടെ ലൈഫ് അവർ റിട്ടയർമെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെക്കുക. ഒരു 90 years അവിടെ ദർ ഈസ് ഹെൽത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരും, ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സ് കുറഞ്ഞു വരും. ഇതിൻ്റെ കൺട്രോള് എന്ന് പറയുന്നത് ഐദർ വേറെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, അതല്ലേ നമ്മുടെ
പിന്നെ ലെഗസി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഹാൻഡ് ഓവർ ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി മാറും. ഈ ഒരു സമയത്ത് ബിസിനസ്സിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് 100% റോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ക്യാഷ് ഫ്ലോ പല രീതിയിൽ നമ്മൾ ബിഫോർ റിട്ടയർമെൻറ്റ് നമ്മൾ സെറ്റാക്കിയിരിക്കണം ഫോർ അവർ ജേർണി ഫ്രം 60 to till death. There is no doubt. ബിക്കോസ് കാരണം ഒരു 10 years എന്ന് പറഞ്ഞാൽ 120 months, ഒരു 30 years ആകുമ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയും ഈ പറയുന്ന ഇൻഫ്ലേഷൻ പോലത്തെ പല പല കാര്യങ്ങളും നമ്മളവിടെ പോവുകയും വേണം. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതാത് ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോ വിത്തൗട്ട് എനി സ്ട്രെസ് വരണം. കാരണം നമ്മളൊരു സം എമൗണ്ട് ഉണ്ട്, ഇഫ് സംതിങ് വെൻറ്റ് റോങ് ആഫ്റ്റർ 7 year or 10 year. വളരെ കോമൺ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. റെയ്മണ്ടിൻ്റെ സ്റ്റോറി വളരെ കൃത്യതയുള്ളതാണ്. റെയ്മണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം കെട്ടിപ്പൊക്കി അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഹാൻഡ് ഓവറായി. ഇപ്പോൾ കേസായി റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പ്രോപ്പറായിട്ട് ക്യാഷ് ഫ്ലോ കിട്ടുന്നില്ല. കേസസും കാര്യങ്ങളും എല്ലാം കോർട്ടിൽ നടക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ് നടത്താത്തതുകൊണ്ടാണ്. എനിക്കറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഓണ്ടർപ്രനറിനെ സംബന്ധിച്ചോളം അവരൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെങ്കിൽ ഏകദേശം ഏത് ഏജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴാണോ ഇതിൻ്റെ തിരിച്ചറിവ് ഇത് റൺ ചെയ്ത് പോകുന്നത് ഒരു റോങ് വേയിലാണെന്നും ഇപ്പോൾ ഇതുപോലെ ഒരു അറിവ് കിട്ടുന്ന സമയം ആ സെക്കൻഡ് തൊട്ട് അവർ പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏത് ഏജിലാണെങ്കിലും, കാരണം റിസ്കിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അത് ഒരു ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോളേജിലോ സ്കൂളിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് അവരുടെ കൺസേൺ നീഡ്സ് വരുന്നതനുസരിച്ച് ഇവരെ സ്ട്രക്ചർ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്താൽ, അവയർനെസ് കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് ഏർലി. ഒരു സ്കൂളിലോ കോളേജിലോ വളരെ കൃത്യമായിട്ട് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് പഠിപ്പിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും റിസ്ക് പാർട്ട്. അതുകൊണ്ട് ഇതൊരു സെൽഫ് ലേൺ ചെയ്യേണ്ട ഒരു സംഭവമാണ് വളരെ കൃത്യമായിട്ട്. കാരണം ഒരു സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചറുണ്ട്. സൊസൈറ്റിയിൽ ഒരു ഓൺട്രപ്രണറാണ്, കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവും, അതല്ലെങ്കിൽ അച്ഛനമ്മമാർ, അവരുടെ നീഡ്സ്, അവർക്ക് ഏജ് ആവും. ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി നമ്മളതിൻ്റെ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് സോഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫിനാൻഷ്യൽ അഡ്വൈസിങ്, ഫിനാൻഷ്യൽ പ്ലാനർ, ഈ ഒരു സോഴ്സ് ത്രൂ അവരുടെ ആ പേഴ്സണൽ നീഡ്സ് മനസ്സിലാക്കി, അതായത് ഓരോ പേഴ്സൻ്റെ നീഡ്സ് മാറിയിരിക്കും, അതിനനുസരിച്ച് മനസ്സിലാക്കി അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യേണ്ടത്. അതൊരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും എത്ര നേരത്തെ തുടങ്ങുന്നത് അത്രയാണ്. ഒരു നോർമൽ ഒരാൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും 25 ആണെങ്കിലും 25 പറ്റിയില്ല 30. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വിൽ ഫോളോ ദ സിസ്റ്റം. സോ അവർക്ക് സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. ഒരു മനുഷ്യൻ്റെ ഒരു 60 ഏജ് ആകുമ്പോൾ ഒന്നും ചെയ്തില്ല, അവരുടെ ഈ കുറച്ച് എമൗണ്ടേ ഉള്ളൂ, അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അയ്യോ ഇനി അടുത്ത വർഷം എങ്ങനെ, എനിക്കില്ല ആര് നോക്കും, അങ്ങനെ അവർക്ക് ഫിയർ ഉണ്ടാവും. ഫിയർ എലമെൻറ്റ് കൂടി വരും. ഇപ്പോൾ ലൈഫിൽ ഹാപ്പിനെസ് ഡ്രോപ്പ് ആവും. സോ ഫൈനാൻഷ്യൽ പ്ലാനിങ് എത്ര നേരത്തെ നമുക്ക് ചെയ്യാവുന്നോ എത്ര പെട്ടെന്ന് ചെയ്യണം, ദാറ്റ്സ് ഐഡിയൽ വേ. അതിന് ഇനി ഏജ് എന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഓണ്ടർപ്രണേഴ്സ് അവർക്കായിട്ടുള്ളൊരു സെറ്റ് അസൈഡ് ഒരു സാലറി എടുക്കുന്നതിൽ നിന്ന് മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എടുക്കാറില്ല. അത് എന്തുകൊണ്ടാണ്? അത് പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. കാരണം ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അല്ലെ ഫൈനാൻഷ്യൽ പ്ലാനർ എപ്പോഴും അവരെ വാല്യൂ അസസ് ചെയ്യുന്നത് അവരുടെ ഇൻകം സോഴ്സ് വെച്ചിട്ടാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം മൊത്തം ബിസിനസ്സിലിടുകയും ബിസിനസ്സിൽ നിന്ന് അവരുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്ത് പോകുന്നതാണ് അവരുടെ തോട്ട്സിൽ അവർ ഫൈൻഡ് ചെയ്തിരിക്കുന്ന ഈസിയസ്റ്റ് വേ. ബിസിനസ് ഉണ്ടല്ലോ, ബിസിനസ്സിൽ നിന്ന് പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാലറി പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ നമുക്കതിനൊരു ചട്ടക്കൂടുണ്ടാകും, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിൽ നമ്മുടെ ഫാമിലിയുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 2 വർഷമൊക്കെ നമുക്ക് ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള ഒരു സെറ്റ് അസൈഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു മാനേജ് ഫോർ 2 or 3 years മാക്സ്. അത് കഴിയുമ്പോൾ നമ്മളൊരു സാലറി ആയിട്ട് കറക്റ്റായിട്ട് എടുക്കുകയും ആ സാലറിയിൽ നിന്ന് നമ്മളുടെ നീഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ബിസിനസ് പല തലത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ എത്തുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം എല്ലാം ബിസിനസ്സിലാണ്. എന്നെങ്കിലും ഒരു കാലത്ത് ഒരു ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു കോവിഡ് സമയത്ത്
ബിസിനസ് സ്റ്റോപ്പായാൽ എന്തെങ്കിലും രീതിയിൽ ഓവർ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യേണ്ടി വന്നു ഒരു കുറച്ച് ദൂര സമയത്തേക്ക് നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ വൈപ്പ് ഔട്ട് ആവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് പീരിയോഡിക്കലി നമ്മൾ കുറച്ച് സെർട്ടൻ എമൗണ്ട് എടുത്ത് മാറ്റി നമ്മളത് സെറ്റ് അസൈഡ് ആക്കി നമ്മുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ നീഡ്സിന് ഒരു സേഫ് ഗാർഡ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. ഓൺടർപ്രനേഴ്സ് എപ്പോഴും ഒരു പേഴ്സണൽ എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് അസൈഡ് ചെയ്ത് അവരുടെ ബിസിനസ്സിൽ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓൾവേസ് കീപ് എ ക്യാൻഡിൽ ബിഫോർ ലൈറ്റ് ഗോ ഔട്ട്. നമുക്കറിയാം എമർജൻസി ഫണ്ട്സ് എന്ന് പറയുന്നത് സിനാരിയോസ് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. എമർജൻസി ഫണ്ട്സ് എന്ന് പറയുന്നത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെ സാലറി എടുക്കുന്നുണ്ടോ? സാലറിയുടെ റീസൺ എന്താണ്? അതിലും ഈ എമർജൻസി ഫണ്ട് ആ എടുക്കുന്ന സാലറിയിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുകയും അതല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുകയും ചെയ്യണം. കാരണം ഒരു ബിസിനസ് അർജൻസി വന്നു, ഒരു ബിസിനസ് ഓൺടർപ്രനറിന് ഒരു അർജൻസി വന്നു, എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? ഒരു ഹൈ എൻഡ് പ്രൊഫഷണൽ, ഇപ്പോൾ കോവിഡ് സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രൊഫഷണൽസിൻ്റെ എമിറേറ്റ്സ് പോലെ അല്ലെങ്കിൽ അതിലും വലിയ കമ്പനികളിലൊക്കെ ഒരു ജോബ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സമയങ്ങളിൽ ഒരു മാർക്കറ്റ് കറക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ ഈ ജോബ് ലോസ് അതല്ലെങ്കിൽ ബിസിനസ് കറക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത്, ലോസസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഫണ്ട് വേണം മാനേജ് ചെയ്യാനായി അനദർ 6 to 1 year. അവരുടെ ഫാമിലിയുടെ നെസസിറ്റി മാനേജ് ചെയ്യാനായിട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മാനേജ് ചെയ്യാനായിട്ട്, പേ ഔട്ട്സ് മാനേജ് ചെയ്യാൻ, അത് നമുക്കൊന്ന് പ്രോ ആക്റ്റീവായിട്ട് പ്ലാൻ ചെയ്താൽ തിങ്സ് വിൽ വർക്ക്. പക്ഷേ ഒരു ഓൺടർപ്രനറിനെ സംബന്ധിച്ചോളം അവർക്കൊരു ജോബ് ലോസ് ഉണ്ടാവുന്നു എന്നുള്ളൊരു സിനാരിയോ വരുന്നില്ലല്ലോ. അപ്പം അത് ഏത് രീതിയിലാണ് അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കോവിഡ് മാത്രം എടുത്താൽ മതി. വളരെ റീസെൻ്റ് ആയിട്ട് ഈ കോവിഡ് സമയത്ത് എത്ര ബിസിനസ്സുകൾ റിസ്കിൽ പോയിട്ടുണ്ട്, എത്ര ബിസിനസ്സുകൾ അവരുടെ ഏറ്റവും ബോട്ടം ലെവൽ അവർ കണ്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ കയ്യിൽ കരുതി വെച്ചിരുന്ന എത്രയോ ഫണ്ടുകൾ അവർ പമ്പ് ചെയ്ത് അവരുടെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു എമർജൻസി ഫണ്ട് കണ്ടെത്തിയതുകൊണ്ടാണ്. ഈവൻ ഇഫ് യൂസുഫ് അലി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോവിഡ് സമയങ്ങളിലും ഏറ്റവും നന്നായിട്ട് അവരുടെ എംപ്ലോയീസിന് പേ ഔട്ട് ചെയ്തപ്പം ഫേസ് ചെയ്ത ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലുണ്ട് എമർജൻസി ഫണ്ട് ഫോർ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ്, സെയിം ആസ് ഫാമിലി ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരെണ്ണം ബിസിനസ് ആസ്പെക്റ്റ് ആണെങ്കിൽ ഒരെണ്ണം പേഴ്സണൽ ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മളത് ആ ഒരു സർപ്ലസ് എമൗണ്ട് അത് ഏത് രീതിയിൽ മാനേജ് ചെയ്യും നെക്സ്റ്റ് 6 to 12 months വളരെ ബോട്ടം ലെവലിൽ ചിന്തിക്കുക. കാരണം ഈ 6 to 12 months സിനാരിയോസ് മാറി വരും, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ സ്കിൽ സെറ്റുകൾ ലോകത്തെല്ലായിടത്തും നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് പല ആൾക്കാരിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് സൂമിലും പല മീറ്റിങ്ങുകളും നോൺ പേഴ്സൺ സർക്കിളുകളും ഇങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ CV പ്ലേസ് ചെയ്യാം. നമുക്ക് ജോബിന് പുതിയ രീതിയിൽ അന്വേഷിക്കാം. അതല്ല ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാകും. മാറി വരുന്ന കാലത്തിനനുസരിച്ചുള്ള ബിസിനസ്സുകൾ, പുതിയ ടൈപ്പുകൾ നടത്തും. ഇതൊക്കെ നമുക്ക് ടൈം ഉണ്ടല്ലോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഫൈനാൻഷ്യലി ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി തോട്ട് പ്രോസസ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ റീസൺ ഫോർ ബിസിനസ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അതുപോലെ തന്നെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ പ്രോപ്പറായിട്ട് എമർജൻസി ഫണ്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ അവിടെയും ആ റിലേഷൻഷിപ്പ് മോശമാകും. അവർ ക്ലോസ് റിലേറ്റീവ്സ് അതെല്ലാ രീതിയിലും അവരുടെ ഫാമിലീസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. സോ അവിടെയൊക്കെ ഒരു നമുക്ക് ലൈഫിൽ നമ്മുടെ ക്വാളിറ്റി ടൈം, നമ്മുടെ പ്രൊആക്റ്റീവ്നെസ് കുറയുന്നത് കൊണ്ട് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ബെറ്റർ ഓൾവേസ് do a perfect financial planning based on your needs and wants, and always set a emergency fund either this way or the other way. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഒരു ഓൺടർപ്രനറിനെ സംബന്ധിച്ചോളം ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ പ്ലാന് ഇഗ്നോർ ചെയ്താൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അതൊരു ഗുഡ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഇഗ്നോർ ചെയ്താൽ എന്ന് പറയുന്നതിലും ഉപരി അവെയർനെസ് കുറവാണ്, അറിവ് കുറവാണ്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 10-13 ഇയേഴ്സിലെ എക്സ്പീരിയൻസ്, ഞാൻ ഒരു ഒരുപാട് പാർട്ട്ണർഷിപ്പ് പ്രൊട്ടക്ഷനുകൾ, കീമാൻ പ്രൊട്ടക്ഷനുകൾ, ബിസിനസ് പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, ഫാമിലി പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വളരെ ക്ലോസ് കണക്ഷനുള്ള പ്രീമിയം ആയിട്ടുള്ള ബിസിനസ് ആൾക്കാരുണ്ട്. അവർക്ക് എന്നോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് അറിയില്ല,
അവർക്കതിനെക്കുറിച്ച് അറിയില്ല. അതാണ് അതിൻ്റെ വളരെ കൃത്യമല്ല. അവർ ഇഗ്നോർ ചെയ്യുന്നതല്ല. കാരണം അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ അവരിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നിടത്താണ് അവിടെ ഒരു ബൈ നടക്കുന്നുള്ളൂ. ഇൻഷുറൻസ് എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഹിഡൻ ചാർജസ് എന്ന് പറയും. സർ, ദർ ഈസ് നോ ഹിഡൻ ചാർജസ് ഓക്കെ എന്ന് പറയും ലാസ്റ്റ്. അതല്ലെങ്കിലും അവിടെ ഒരിക്കലും ഒരു പ്ലാനിനും ഹിഡൻ ചാർജസ് ഇല്ല. ഇത് പ്രോപ്പർ റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ വളരെ കൃത്യതയുള്ള സ്ട്രക്ചേർഡ് ഉള്ള പ്ലാനുകളാണ് ഒരു ബിസിനസ്സിനും ഞാൻ ഈ പറഞ്ഞേക്കുന്ന പോലെ ബിസിനസ് ഫൈനാൻഷ്യൽ പ്ലാനിങ്, പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലും ഒക്കെ സപ്പോർട്ടിന് കൊടുക്കുന്നത്. അവിടെ നമ്മൾ കൃത്യതയോടുകൂടി ഇരുന്ന് മനസ്സിലാക്കി വളരെ ട്രാക്ക് റെക്കോർഡുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കി വേണം അവിടെ എപ്പോഴും ചെയ്യാനായിട്ട്. ബിസിനസ്സിലാണ് പാർട്ട്ണർഷിപ്പ് പ്രൊട്ടക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീമാൻ ഇൻഷുറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബിസിനസ്സിൽ 3 പാർട്ട്ണർ കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഇപ്പം ലെറ്റ്സേ അവർക്കറിയില്ല ഒന്നാമത്തെ സിനാരിയോ, അവർ ഇഗ്നോർ ചെയ്തു രണ്ടാമത്തെ സിനാരിയോ, മൂന്നാമത്തെ സിനാരിയോ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ സംതിങ് ലൈക്ക് മീ അഡ്രസ്സ് ചെയ്ത് കൊടുത്തു. ഇവരുടെ കമ്പനിയുടെ വാല്യൂ ഒരു സംതിങ് ലൈക്ക് ഓക്കെ ഒരു 5 million ഒരു 10 million ആണെന്ന് വെച്ചോ, അല്ല 15 million ആണെന്ന് വെച്ചോ. ഒരാൾക്കാരുടെ ഒരു പൊട്ടൻഷ്യൽ വാല്യൂ 5 million. അവർക്ക് 5 million കവർ വെച്ചാണ് അവർക്ക് കൊടുത്തത്. ആ പാർട്ട്ണർഷിപ്പിലൊരു ആൾക്ക് ഇഫ് സംതിങ് ഹാപ്പൻ ഓക്കെ, ആ ഒരു ബിസിനസ്സിലേക്ക് ഒരു സം എമൗണ്ട് പൈസകൾ വരികയും സെയിം ലൈക്ക് ഇവരുടെ ഫാമിലിയിലേക്ക് ഒരു സം എമൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഈ പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഫോഴ്സ്ഫുള്ളി പുതിയൊരു പാർട്ട്ണറിനെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുമോ? അതുകൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പ് പ്രൊട്ടക്ഷൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ്സിലൊക്കെ വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് കൂടി ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഡെത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനാരിയോയിലാണെങ്കിൽ പിന്നെ ടേംസ് സംസാരിക്കാൻ വരുന്നത് അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും. അവർക്ക് ഇവരുടെ ഐഡിയോളജി ആയിട്ട് പലപ്പോഴും ഒത്തുചേർന്ന് പോകാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഒരു സിനാരിയോ ആണ് ഇൻഷുറൻസിൻ്റെ. ഓക്കെ, അതിലും ഏറ്റവും ഡേഞ്ചറസ് സിനാരിയോ ആണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോലത്തെ സംഭവങ്ങൾ വരുന്നത്. കാരണം UAE പോലത്തെ സ്ഥലങ്ങളിൽ, ദുബായ് പോലത്തെ ഒക്കെയുള്ള ബിസിനസ് ഹബ് ഏരിയയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഹെൽത്ത് ഇൻഷുറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ആ പ്രോട്ടോകോൾസ് പ്രോപ്പറായിട്ട് നോക്കി എംപ്ലോയീസിന് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിധി വരെ ഇവരുടെ എന്താ പറയുക ഈ ഓവർഹെഡ് എക്സ്പെൻസുകൾ ഈ ഒരു ബിൽസ് ത്രൂ പോകും. ഈ സീസണൽ ഫ്ലൂ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പോകും. അതല്ലാതെ തന്നെ പല ടൈപ്പ് പിന്നെ ഹോസ്പിറ്റൽ നീഡ്സ് കവർ ചെയ്യും. ഇതൊന്നുമല്ലാതെ ഒരു സീരിയസ് ഇൽനെസ് ഹിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിലവിൽ അവരുടെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആസറ്റ് വൈപ്പ് ഔട്ടായി പോകും. കാരണം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റുകളും കാര്യങ്ങളും ഒരു വർഷത്തേന് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യും. അത് കഴിഞ്ഞുള്ള സമയങ്ങളിലും ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വരണം. ഈ ഒരു കാര്യങ്ങളിൽ ഇവരെവിടുന്ന് ഫണ്ട് കണ്ടെത്തും? കമ്പനിയിൽ 3 മാസം കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ജോലിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു പേ ഔട്ട് നടത്തുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് അസറ്റിൽ നിന്ന് അവരെടുക്കും. എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ ഏറ്റവും അടുത്ത ആക്സസ് എന്താണ്? ബാങ്കിലുള്ള ഫണ്ടുകൾ, അത് കഴിഞ്ഞ് FD, അത് കഴിഞ്ഞ് ഓർണമെൻറ്റ്സ്, അത് കഴിഞ്ഞ് അസറ്റ്സ്, ഇത് കഴിഞ്ഞ് ബോറോ ചെയ്യും. ഇങ്ങനത്തെ ഈ ഒരു ഹെറാർക്കിയിലാണ് നമ്മൾ ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തി ചെയ്യുമ്പോൾ എന്താണ്? എക്സിസ്റ്റിംഗ് അസറ്റ് വൈപ്പ് ഔട്ട് ആയിപ്പോകും. ഇത് പ്രോപ്പറായിട്ട് ടൈമിൽ നമുക്ക് ഫണ്ടോ കാര്യങ്ങളോ കിട്ടിയില്ലേ ഫ്യൂച്ചർ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടറുകൾ ഇവർക്ക് അറിയാമെങ്കിൽ മാത്രമാണ് അവരുടെ വാല്യൂ എന്താണെന്ന് അറിയണം. കാരണം പേഴ്സൺ ടു പേഴ്സൺ അവരുടെ വാല്യൂസും കാര്യങ്ങളും എല്ലാം മാറിയിരിക്കും. അപ്പോൾ പറഞ്ഞത് ഇത് ഇഗ്നോറൻസ് അല്ല അവെയർനെസ് കുറവാണ്. വളരെ കൃത്യമായിട്ട് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഗൂഗിൾ റിവ്യൂ കിട്ടിയിട്ടുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റിമോണിയൽസ് കിട്ടിയിട്ടുള്ളത്, അത് ഞാൻ റെക്കോർഡ് ചെയ്തും വെച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. കാരണം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവർ അവെയർ ആയിക്കഴിഞ്ഞാൽ ദേ വിൽ ഫോളോ അപ്പ് us and buy. അപ്പോൾ താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ പ്രൊഫഷണലിൻ്റെ അടുത്തു നിന്ന് തന്നെ ഇതിൻ്റെ ഗൈഡൻസ് സീക്ക് ചെയ്ത് അത് നോർമലി 1 by 1 സ്റ്റെപ്പ് ചെയ്യണം എന്നാണോ പറയുന്നത്? നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യും. സെയിം വേ ഫൈനാൻസിൻ്റെ കാര്യം വരുമ്പം ഒരു വളരെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ ട്രസ്റ്റ് ചെയ്യും.
അവരുമായിട്ട് വളരെ ഓപ്പൺ അപ്പ് ചെയ്ത് വളരെ കൃത്യതയോടുകൂടി നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കുക. ദെൻ അവർ മുന്നോട്ട് വയ്ക്കുന്ന സജഷൻസുകൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ചോദിച്ച് മനസ്സിലാക്കി അവർ പറയുന്നതിൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തുന്ന കാര്യങ്ങൾക്കുള്ള പ്രൂഫ് ഫാക്ട്സ് ഇതെല്ലാം മനസ്സിലാക്കി യു ക്യാൻ അസോസിയേറ്റ് വിത്ത് ദം. ദാറ്റ്സ് എ ഐഡിയൽ വേ ടു പ്രൊട്ടക്ട് യുവർ വെൽത്ത് ആൻഡ് യുവർ ഹെൽത്ത്. ഒരു അൺപെയ്ഡ് ഡെപ്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ മുമ്പോട്ട് പോയാൽ അതെന്തുകൊണ്ടാണ് ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൃത്യതയോടുകൂടി ഒരു എക്സിറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞാൽ എന്ത്, ഇതിൻ്റെ പ്രോസസ്സിൽ എന്ത്, അതായത് വളരെ പോസിബിൾ കാൽക്കുലേറ്റർ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്ലാനിങ്ങിലാണ്. അതിൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്നതും പ്ലാനിങ്ങിലാണ്. നമുക്കിപ്പോൾ പല റീസൺ കൊണ്ട് നമുക്ക് പേയ്മെൻറ്റുകൾ മുടങ്ങാം, നമുക്ക് ചില തെറ്റുകൾ പറ്റാം, ചില കച്ചവടങ്ങൾ സംഭവിച്ചുകൊണ്ടാകും, ചില ആൾക്കാർ പറ്റിച്ചതുകൊണ്ടാകും, പല രീതിയിൽ ഡെപ്സുകളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇത് വരുന്നത് ചിലപ്പോൾ 2 വർഷം 3 വർഷമാണ്. ഇത് നമ്മൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുമോ എന്ന് വരുന്നിടത്ത് വെച്ചാൽ കാരണം നമ്മുടെ ക്രെഡിറ്റ് സ്കോറുകൾ കുറയും, നമ്മുടെ ലയബിലിറ്റീസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മളുടെ ഈ പറയുന്ന ഓരോ പ്രാവശ്യവും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഫൈൻസ് ആഡ് ചെയ്ത് കൂടി വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നമ്മളെ മോർ ഓവർ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കൃത്യമായിട്ട് ബാധിക്കും. കാരണം നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടാണ്, ഇഗ്നോറൻസ് ആണ്, നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണ്. അത് നമ്മൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് ലെവൽ കൂട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരാളിൽ നിന്നാണ് അതെങ്ങനെ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ സൊല്യൂഷൻ ആക്കുക, എങ്ങനെ സോൾവ് ചെയ്യാം, അത് ഇന്നൊരു പ്ലാൻ ആക്കുക. നിങ്ങൾക്കത് തനിയെ പറ്റുന്നില്ലേ, നമുക്ക് സിറ്റ് വിത്ത് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ. അതിന് സൊല്യൂഷൻ അല്ല, ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു 2 to 3 yearsനുള്ള ഒരു സ്ട്രക്ചർ, കാരണം അവർ റിസ്ക് തിരിച്ചറിഞ്ഞു ഇവിടെ ഇങ്ങനെയാണ്, ഇത് പോസിബിൾ കാൽക്കുലേറ്റർ റിസ്ക് ഇന്നതാണ്. സോ അതിന് കറക്റ്റായിട്ട് പ്ലാൻ ഉണ്ടാക്കി എക്സ്ട്രാ ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്നോട്ട് അവരുടെ ലൈഫ് കൈവിട്ട് പോകും പല രീതിയിൽ. പിന്നെ അവർ മൊത്തം ഇതെല്ലാം വിധിയാണെന്നും അതല്ല ഈ ഒരു രീതിയിലേക്ക് പഠിച്ചവർ ലൈഫ് കളയും. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഏരിയ മാത്രമല്ല, ഏതിലും എക്സ്പേർട്ടിനിൽ നിന്ന് മാത്രം ഗൈഡൻസ് എടുക്കുക. സോ ദർ വിൽ ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അൺറിയലിസ്റ്റിക് ഇൻകം എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ ബാധിക്കുന്നത്? അതായത് പ്രൊജക്ഷൻസ് നമ്മൾ വരുത്തുന്നു, അങ്ങനെ നടക്കും, അല്ലെ ഇങ്ങനെ ചെയ്യും, അങ്ങനെ നടന്നാൽ ഇങ്ങനെ നടന്നാൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഹോപ്സ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ലയബിലിറ്റീസ് പ്ലാൻ ചെയ്യും. കാരണം അത് വന്നില്ലെങ്കിൽ ആ ഒരൊറ്റ ക്വസ്റ്റ്യനിലുണ്ട് ഇതിൻ്റെ എല്ലാം ആൻസർ. വന്നില്ലെങ്കിൽ ഉറപ്പില്ല. സോ നമുക്കതെപ്പോഴും ഒരു സൈഡ് ഇൻകം പോലെ, കാരണം നമ്മുടെ കോർ നോളജ്, അതായത് ഒരു ഓൺടർപ്രനറിൻ്റെ ഒരു കോർ നോളജിൽ നിന്ന് അതല്ലെങ്കിൽ ഉറപ്പ് വരുന്നത് വരെ നമ്മളത് വളരെ പേഷ്യൻസിൽ നിന്ന് 0 എക്സ്പെക്റ്റേഷനിൽ മാത്രം വർക്ക് ചെയ്യും. അതായത് ഒരു ക്ലാരിറ്റി ആയിട്ട് റെഗുലറായിട്ട് പല ട്രയൽ ആൻഡ് എറേഴ്സ് കഴിഞ്ഞ് അതിൽ നിന്ന് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി ബോധം വന്നതിന് ശേഷം മാത്രമായിരിക്കണം അതിൽ നിന്ന് ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എക്സ്പെൻസുകൾ ആഡ് ഓൺ ആക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്ലാനിങ്സ് നടത്താൻ പറ്റും. കാരണം പ്ലാനിങ് നടത്തണമെങ്കിൽ നമുക്കറിയാം ഇന്ന ഇൻ്റർവെല്ലിൽ ഇന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കും, അതിൽ നിന്ന് ഇത്രയും വരുമാനങ്ങൾ വരാം, ഇത്രയും ക്യാഷ് ഫ്ലോസ് വരാം, അല്ലെങ്കിൽ ഇത്ര ഓവർ എക്സ്പെൻസ് വരാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ട്രയൽ ആൻഡ് എറേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം പുതിയ പാർട്ട്നേഴ്സിനെ കാണുമ്പം ഒരു ഹോപ്പ് മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡോണ്ട് സ്റ്റാർട്ട് എനിത്തിങ്. പുതിയ വണ്ടി മേടിക്കുക, പുതിയൊരു ബിസിനസ് ഓഫീസ് മോഡൽ പിടിപ്പിക്കുക, ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതിനുശേഷം മാത്രം ക്ലാരിറ്റി ഉണ്ടാകുന്നത് പല ട്രയൽ ആൻഡ് എറേഴ്സ് വീഴ്ചകളിൽ നിന്നും ആ കറക്ഷനുകളിൽ നിന്നും ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെ എന്നതിന് ശേഷം മാത്രമാണ്. വെൽത്ത് വാല്യൂ ചെയ്യുമ്പം ഓൺടർപ്രനേഴ്സ് ബിസിനസ്സിനെ മാത്രം റിലൈ ചെയ്തിട്ടാണോ അത് ചെയ്യേണ്ടത്? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ്സിൻ്റെ വെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഓരോ പ്രാവശ്യത്തെയും മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം വെൽത്തും അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അതിൽ ചില സമയങ്ങളിൽ ലാഭം കൂടി കാണിക്കാം, ചില സമയങ്ങളിൽ നഷ്ടം കൂടി കാണിക്കാം. ഇതിൻ്റെ ഫോർമേഷൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബിസിനസ്സിലുള്ളത്. അതേസമയം ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്നതുപോലെ ഒരു ഓൺടർപ്രണർ ആകുമ്പോൾ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് വളരെ
കൃത്യമായിട്ട് അത് ഐദർ മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ഓക്കെ, ഇയർലി ആകാം, മന്ത്ലി സാലറി പ്ലസ് ഒരു ഇൻസെൻറ്റീവ് പോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിൽ നിന്ന് ട്രാക്ക് മാറ്റി നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് സെറ്റ് അസൈഡ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. കാരണം ബിസിനസ്സിൽ പണമുണ്ട്, ഓക്കെ, എഗ്രി ചെയ്യും. ആ ബിസിനസ്സിന് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് മുന്നിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവർ എൻ്റെ ബിസിനസ് അതേ ഇൻവെസ്റ്റ് ചെയ്ത മണി അവിടെ നിന്ന് പ്രോഫിറ്റ് കൊണ്ടുവന്ന് എഗെയിൻ റീഇൻവെസ്റ്റഡ് ടു ദ ബിസിനസ് വലുതായി, എഗെയിൻ റീഇൻവെസ്റ്റഡ് ടു ദ ബിസിനസ്, ഓക്കെ. ആ ബിസിനസ്സിൻ്റെ ഓവർ എക്സ്പെൻസുകളെല്ലാം മാനേജ് വളരെ സക്സസ്ഫുള്ളായിട്ട് പോയി. ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി കൊടുക്കാതെ, പ്രോപ്പറായിട്ട് അവരുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുകൾ ക്ലിയർ ആക്കാതെ, അതായത് ക്ലാരിറ്റി ഇല്ലാതെ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രോങ്ങർ കറൻസിയിൽ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ വീക്കർ കറൻസിയിൽ ഇൻവെസ്റ്റ് അത് കറക്റ്റാണ് എന്ന് അവർ ധരിക്കും. അതൊക്കെ ഒരുപാട് അവർ കാണിക്കുന്ന അറിവുകറവുകളാണ്. ഇത് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ ചെയ്യാൻ. സോ ഡോണ്ട് റിലേ ഓൺ ബിസിനസ് വെൽത്ത്. അതിൽ നിന്ന് നമ്മൾ പേഴ്സണൽ വെൽത്ത് നമ്മുടെ തന്നെ നീഡ്സ് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ചെയ്യും. ഓൺടർപ്രണേഴ്സ് അവർക്ക് ബിസിനസ്സിലേക്ക് വേണ്ട വിൽസും അല്ലെങ്കിൽ എസ്റ്റേറ്റ് പ്ലാനും പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? വെരി നൈസ് ക്വസ്റ്റ്യൻ. വേർ ദർ ഇസ് നോ വിൽ ദർ ഇസ് എ വാർ. കാരണം ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സീഡ്സ് നമ്മൾ മണ്ണിൽ പാകി അത് വളർന്നു വന്ന് ആ ജേണി മൊത്തം ഉണ്ടായിരിക്കുന്ന ഒരാളാണ് ഒരു ഓൺട്രപ്രണർ. അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഒരു ലെഗസി പോലെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ ഒരു ജേണിയിൽ അവിടെ ഒരു ലെഗസി നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുത്തു കിട്ടുന്ന ആ ഒരു ജേണിയിൽ അവരെങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നും അവരുടെ ജോബ് റോൾ എന്തായിരിക്കണമെന്നും ആർക്കൊക്കെ ഏതൊക്കെ ഏരിയയിൽ അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് ആ ഒരു ഓൺട്രപ്രണർ മനസ്സിലാക്കിയതിന് ശേഷം അവരുമായിട്ട് വളരെ കൃത്യമായിട്ട് നല്ല ആശയത്തിൽ സംസാരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വിൽസ് വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ആഫ്റ്റർ ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ ഒരു വാറെന്ന് പറയുന്ന സംഭവം അവിടെ വരത്തില്ല. കാരണം ക്ലാരിറ്റി ഉണ്ട്. നേരത്തെ അവിടെ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ ഒരു അൺഹെൽത്തി ഗ്രീഡുകൾ കാണാം, ഓക്കെ. അത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ, അത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, ക്ലാരിറ്റിയാണ് അതിൻ്റെ സിമ്പിൾ ആൻസർ ഈ പറയുന്ന വില്ലിൽ. കാരണം അത് കൂടാതെ ഒരു എക്സ്പാക്റ്റായിട്ട് നമ്മൾ ഈ ഒരു രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതിലും കൂടുതൽ വെൽത്ത് നമ്മുടെ ബിസിനസ്സിൽ കാണാം, നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഏത് നിമിഷവും എന്തെങ്കിലും ഒരു ഡെത്തോ ഒരു ആക്സിഡൻസോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. കാരണം നമുക്ക് ഈവൻ ഇഫ് നമുക്ക് ഒരു പവർ ഓഫ് അറ്റോർണി പോലും വളരെ കൃത്യമായിട്ട്, കാരണം ഫൈനാൻഷ്യൽ ടൈംസ് നമ്മൾ ക്ലാരിറ്റിയോടുകൂടിയാണ് എപ്പോഴും സംസാരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കോർട്ടിൽ പ്രൂഫ് ആൻഡ് ഫാക്ട്സോടുകൂടി നമുക്ക് എപ്പോഴും കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എസ്റ്റേറ്റ് പ്ലാൻ ആൻഡ് പവർ ഓഫ് അറ്റോർണി വിൽ ഓൾ ദീസ് തിങ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഉറപ്പായിട്ടും വളരെ കൃത്യതയുള്ള ലീഗൽ അഡ്വൈസേഴ്സ് ത്രൂ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇതിൽ പ്രോപ്പർ ഇൻകം പ്രൊട്ടക്ഷൻ സൊല്യൂഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് വില്ലാണെങ്കിലും പ്രൊട്ടക്ഷൻ പ്ലാൻ ആണെങ്കിലും ഇതിലെല്ലാം ഈ എമൗണ്ടുകൾ വളരെ കൃത്യമായിട്ട് ഇതിൽ അഡ്രസ്സ് ചെയ്യുകയും വേണം. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഓൺടർപ്രണേഴ്സിനെ ഹാംഫുൾ ആക്കുന്നത്? ഇൻഫ്ലേഷനെ ഹർട്ട് ചെയ്ത് നമ്മൾ അറിയില്ല. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം പീരിയോഡിക്കലി മാറുന്നതാണ്. കാരണം 2000-2003 ആ ഒരു സമയത്ത് ഒരു നാട്ടിൽ ഒരു ചായക്കടയിൽ ഒരു ചായയുടെ വില 2-2.5 രൂപയാണ്. ഇന്ന് ആ ചായയുടെ വില 12-15 രൂപയാണ്. അത് പറഞ്ഞ പോലെ ഇന്ന് 2025 തൊട്ട് 2035 വരുമ്പോഴത്തേനും ഇന്ന് 15 രൂപയായിരുന്നു ചായ, നാളെ ചിലപ്പോൾ 50 രൂപയും 70 രൂപയും അതിൻ്റെ ആ റേഞ്ച് മേളിലേക്ക് പോകും. ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്നൊരു ക്ലാരിറ്റി നമുക്കുണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ എന്താണ് പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എപ്പോഴും നമ്മൾ ലോങ്ങർ റണ്ണിൽ കൃത്യമായിട്ട് ആക്യുറസിയോടുകൂടി, കാരണം അതിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകില്ല ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈമിൽ. അപ്പോൾ അത് നമ്മൾ അവിടെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പ്ലാൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതുകൊണ്ടാണ് അവിടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനറിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുന്നതിൻ്റെ ഒരു കാര്യം.
പ്രൊഫഷണൽ അഡ്വൈസ് ഇല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് റിസ്കി ആണ് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈവൻ സർജൻസ് ഡോണ്ട് കട്ട് ദംസെൽസ് ഓപ്പൺ. കാരണം നമ്മൾ ഒരു ഫൈനാൻഷ്യൽ പ്ലാനർ അല്ല ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഒക്കെ എടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റിലെ റെഗുലേറ്റഡ് പ്രോഡക്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഒന്ന്, അതിന് ഒരു സിസ്റ്റമുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവർക്ക് നല്ല കൃത്യതയുള്ള ട്രാക്ക് റെക്കോർഡുകളുണ്ട്. ഒരു റെഗുലറായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേണിൻ്റെ പോസിബിലിറ്റി എത്രയാണ്, ഏതിലാണ് ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ളത്, ഇൻ ബിറ്റ്വീൻ അവരുടെ ടൈംസുകൾ മാറുകയാണിക്കാം, ഏത് രീതിയിലാണ് സപ്പോർട്ട് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ട്രസ്റ്റിലെടുത്തെടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തനിയെ കണ്ടു, നമുക്ക് ഒരു ക്വാളിറ്റി നോളജ് അതിലില്ല, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആരോടെല്ലാം എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പല ആൾക്കാരും ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ലോങ്ങർ റണ്ണിലോട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ഷോർട്ടർ റണ്ണാകുമ്പോൾ നിർത്തിയിട്ട് പോകും. കാരണം അവിടെ വരുന്നത് പല പല ഏരിയയിലുണ്ടാകും. അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് യുവർ സെൽഫ്. അത് ഷോർട്ട് ടൈമിലേക്ക് പല ആൾക്കാർ, ഇപ്പം നമ്മുടെ നോർമൽ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആരാണ്? ഒരു കുടുംബത്തിലെ അച്ഛനാകാം, അമ്മയാകാം, ചേട്ടനാകാം, യൂട്യൂബറാകാം, ഗൂഗിളാകാം, പിന്നെ ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം. ഇവരൊക്കെ ചോദിക്കുന്നത് ഇവരൊക്കെ ഒരു പ്രൊഫഷണലി ഫിറ്റ് ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് കണക്കൂട്ടണം. അത് നമ്മൾ കണക്കൂട്ടി മനസ്സിലാക്കണം. അവർ ട്രെയിൻഡ് ആണോ? അവർ ഈ സിസ്റ്റത്തിൽ അവർക്ക് ഇൻഫ്ലേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയാമോ? ഇന്ന് അവരുടെ ക്യാഷ് ഫ്ലോ കറക്റ്റാണോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു ഡോക്ടറിനെ എന്തുകൊണ്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്, ഡോക്ടറിൽ നിന്ന് എന്തുകൊണ്ടാണ് മെഡിസിൻ എടുക്കുന്നത്, അതേപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ട്രേഡിങ്ങും ഇതൊക്കെ ഒരുപാടായിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യവും അത്യാവശ്യവും കഴിഞ്ഞ് പൈസ ഉണ്ടെങ്കിലാണ് നമ്മൾ ട്രൈ ചെയ്യാവൂ. എങ്ങനെ? ആവശ്യവും അത്യാവശ്യവും കഴിഞ്ഞ്, ആവശ്യത്തിനും പൈസയുണ്ട്, അത്യാവശ്യത്തിനും പൈസയുണ്ട്, അത് കഴിഞ്ഞൊരു സം എമൗണ്ട് ഉണ്ട്, അതിൽ നിന്നൊരു ചെറിയ പേഴ്സൻറ്റേജ് നമുക്കൊരു പുതിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെക്കാൻ എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ശ്രമിക്കാം. പക്ഷേ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ അത് റിസ്കിലാക്കിയാൽ ദാറ്റ്സ് ഇറ്റ്. പേഴ്സണൽ ഫിനാൻസസിൽ ക്യാഷ് ഫ്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ക്യാഷ് ഈസ് കിങ്, കിങ് പേസ് ബിൽസ്. ക്ലിയർ ആയോ? ക്യാഷ് ഈസ് കിങ്, കിങ് പേസ് ബിൽസ്. അതായത് നമുക്ക് എല്ലാ നീഡ്സിനും നമുക്ക് ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 95% കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് മണി വളരെ അത്യാവശ്യമാണ്. പഠിക്കാൻ, എഴുതാൻ, നല്ല സാഹചര്യം, നല്ല വീട്, വണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണം. അതുപോലെ തന്നെ ഒരു 5% നമുക്ക് പൈസ കൊണ്ട് നടക്കുന്നതാണ്. സ്നേഹം, കരുതൽ, നമ്മളോടുള്ള നമ്മുടെ സ്റ്റഡീസിൻ്റെ റെക്കഗ്നിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ 95% കാര്യങ്ങൾ നമുക്ക് ഈ ഫൈനാൻസ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റിയാൽ 5% ഓട്ടോമാറ്റിക്കലി കവറാവും. ഇതിനെല്ലാം വേണ്ടത് എന്താണ്? ക്യാഷിൻ്റെ ഫ്ലോയാണ്. ക്യാഷ് ഫ്ലോ നമുക്ക് നോട്ട് ഓൺലി ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് അസറ്റുണ്ട്, പക്ഷേ ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഫണ്ടില്ല. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് മനസ്സിലാക്കി വേണം നമ്മളായിട്ട് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ 95% കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയാൽ 5% ഓട്ടോമാറ്റിക്കലി കയറാവുകയും ചെയ്യും, 100% ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കുകയും ചെയ്യും. ഈ 95% കാര്യങ്ങളിൽ ഒരു മജോറിറ്റി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ഈ 100% നമ്മുടെ ഹാപ്പിനെസ്സും കൊളാപ്സ് ആകും. അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐദർ ദിസ് വേ ഓർ ദി അതർ വേ നമുക്ക് റെഗുലറായിട്ട് ഇൻകം വരണം. എവിടുന്ന്? ത്രൂ അവർ അസറ്റ്. അതിനു വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകൾ ചെയ്യുകയും അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസുകളും തോട്ട് പ്രോസസ്സും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ നടത്തുകയും ചെയ്യണം. ദാറ്റ് ഡസൻറ്റ് മീൻ ഒൺലി മേക്കിംഗ് അസറ്റ്. കാരണം നമ്മൾ സൂക്ഷിച്ചു വെച്ച പൈസയിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ പൈസ തീരുവാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ചിന്തിക്കണം. കാരണം ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് റെഗുലർ റിട്ടേൺ കിട്ടുന്നത് പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഈ ബിസിനസ് ലോണുകൾ എടുക്കുമ്പോൾ ഓൺടർപ്രണേഴ്സ് പേഴ്സണൽ ഗ്യാരണ്ടി ആയിട്ട് ചെയ്യരുത്, അല്ലെ അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ?
ഡോണ്ട് മോർഗേജ് ടുമോറോ, ടുഡേയ്സ് ഗ്യാമ്പിൾ. പേഴ്സണൽ ഗ്യാരണ്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ ഫാമിലീനെ, നമ്മുടെ ബിസിനസ്സിനെ നമ്മൾക്ക് കൃത്യതയോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റിയെങ്കിൽ മാത്രമാണ് മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ, ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പേഴ്സണൽ ഗ്യാരണ്ടീസ് നമ്മൾ നിൽക്കുമ്പോൾ അത് ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ്. അതൊക്കെ മാക്സിമം കഴിവതും ഒഴിവാക്കുക. കാരണം പേഴ്സണൽ ഗ്യാരണ്ടീസ് ഓൾവേസ് ആ ഒരു ഓൺട്രപ്രണറിനെ റിസ്കിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ആ റിസ്ക് ഏറ്റെടുക്കുമ്പം ആ റിസ്കിൻ്റെ കോൺസിക്വൻസസും അതിൻ്റെ ബൈ പ്രൊഡക്ട്സായിട്ട് അവരിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അത് റൂയിൻ ദെയർ അസറ്റ്സ്, വെൽത്ത്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് ബിസിനസ്സിൻ്റെ ടേംസിനെ ബേസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ MOUനെ ബേസ് ചെയ്തായിരിക്കണം ചെയ്യണം. അത് വളരെ തുല്യതയോടുകൂടി ബിസിനസ്സിൽ മാത്രം നിക്ഷിപ്തമായ രീതിയിൽ വേണം നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട്. ഡോണ്ട് കണക്ട് വിത്ത് പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഓർ പേഴ്സണൽ എന്താ പറയുന്നത്, ആ ഒരു ഫാമിലിനെ കണക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. സോ ബെറ്റർ ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം പേഴ്സണൽ ഗ്യാരണ്ടീസ്. ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഓൺടർപ്രണേഴ്സിനെ ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്? ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷനിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ സെയിം ബാസ്ക്കറ്റ്. സെയിം കോൺസെപ്റ്റ്. അതിൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ തന്നെ, ചില ആൾക്കാർക്ക് പ്രോപ്പർട്ടിയിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചില ആൾക്കാർ ഗോൾഡിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചില ആൾക്കാർ സേവിങ്സിൽ മാത്രമാണ് ചെയ്യുന്നത്, ചില ആൾക്കാർ പല രീതിയിൽ പല സ്ഥലത്ത് ലാൻഡ് മേടിച്ചായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാതെ പല ക്യാഷ് ഫ്ലോസുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിൽ പല ബിസിനസ്സുകളാകാം, ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഏതെങ്കിലും ഒരു സ്ട്രീം, അതെങ്കിലും ഒരു ചെറിയ കാലയളവിൽ അത് പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അതർ ഏരിയയിൽ നിന്ന് നമുക്ക് ഇൻകം വരാം, ക്യാഷ് ഫ്ലോസ് വർക്ക് ചെയ്യും, ആ അസറ്റ് നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടുത്തും. അതുകൊണ്ട് ആ ഡൈവേഴ്സിഫിക്കേഷൻ ഏരിയാസ് ഏതൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഉറപ്പായിട്ടും വളരെ കൃത്യതയോടുകൂടി ആ ഒരു സ്ട്രക്ചർ രീതിയിൽ നമ്മൾ ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻഷുറൻസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗോൾഡിൽ ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടിയിൽ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ബിസിനസ്സിലുണ്ട്, പാർട്ട്ണർഷിപ്പിലുണ്ട്, പിന്നെ ഷെയറിലുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിലേക്കുണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ല, വളരെ ട്രാക്ക് റെക്കോർഡുള്ള പ്രൂവ് ചെയ്തേക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് അവരുടെ നീഡ്സ് മനസ്സിലാക്കി പ്ലാൻ ചെയ്യുക. അതിൽ ഏറ്റവും നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഓക്കെ, കാരണം അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പം അവർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അവരുടെ എന്താ പറയുക, ഒരു മാർക്കറ്റ് ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ എമൗണ്ടും ഒരു ഷെയറിനെയോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലായിരിക്കും. വേറെ നമ്മുടെ ഈ മാനേജ് ചെയ്യാൻ അസറ്റ്സ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചോളം ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യത്തിൽ നോട്ട് ഓൺലി ഓൺടർപ്രണേഴ്സ്, പ്രൊഫഷണൽസും എല്ലാ ആൾക്കാരും അവരുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് അത് അവരുടെ അസാന്നിധ്യത്തിൽ അതെങ്ങനെയാണ് റൈറ്റ് ഹാൻഡ്സിലേക്ക് എത്തപ്പെടേണ്ടതെന്നും എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും വളരെ ക്ലാരിറ്റിയോടുകൂടി അവർ എഴുതി വെക്കണം. സംതിങ് സെയിം ലൈക്ക് എ വിൽ. അത് നമ്മുടെ വില്ലിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ പ്രോപ്പറായിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫണ്ടുകൾ അക്വയർ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. ഇവരുടെ ആബ്സൻസിൽ ആ ഒരു ഗോൾസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റീസൺ അവരെന്താണ് ചെയ്തിരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിലേതൊക്കെ ടൈപ്പ് ഇൻഷുറൻസുകളുണ്ടെന്നും ഏതൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടെന്നും എവിടെയൊക്കെയാണ് ഗോൾഡുകളും അതുപോലെ തന്നെ പേപ്പർ ഗോൾഡുകൾ, പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷെയർസുകൾ, ബോൺസുകൾ, അതുപോലെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഇന്നത്തെ യുഗത്തിൽ വളരെ കൃത്യമായിട്ട് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ്, അതും അതിൻ്റെ പാസ്വേഡുകൾ, ഇതെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തി സ്ട്രക്ചർ ചെയ്ത് തന്നെ വേണം അത് നമ്മൾ വെക്കണം. കാരണം ഒരു ബിസിനസ്സാകാം, ബിസിനസ്സിനകത്ത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിലെത്ര ലയബിലിറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ ലാസ്റ്റ് ഇയറിലെ ലയബിലിറ്റി എത്രയായിരുന്നു, ഇത് എത്രയാണ് നമ്മൾക്ക് ആ ബിസിനസ്സിൽ നമുക്ക് ഒരു ഇയർലി നമുക്ക് എടുക്കാൻ പറ്റുന്നത് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ റെക്കോർഡിക്കലാക്കിയാൽ
അതെപ്പോഴും ഒരു സേഫാണ് ഫോർ ഫാമിലിക്കും അവരുടെ കമ്മിങ് ജനറേഷൻസിനും. അതൊരു വലിയ എന്താ പറയുക സ്ട്രോങ് ഹോൾഡിംഗ് പോയിൻ്റാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എങ്ങനെയാണ് ഷോ അപ്പ് ചെയ്യുന്നത്? പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് അത് ഏതൊരു കാര്യത്തിനെയും അതൊരു വളരെ നെഗറ്റീവായിട്ട് പുറകോട്ട് വലിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. കാരണം അതിലുണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കും, അത് മാറ്റിവെക്കപ്പെടുക. അതിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു കാര്യം, നമുക്കൊരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 12 മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും നെക്സ്റ്റ് ഇയർ ആട്ടെ ചെയ്യാൻ വെച്ചു. ഇതിലും നല്ലത് നമുക്ക് വളരെ ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ ചെയ്തു തുടങ്ങിയാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്തൊക്കെയാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്തു. ദാറ്റ്സ് ആൻ ഐഡിയൽ വേ. പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി വളരെ കൃത്യമായിട്ട് അതിൻ്റെ റിസ്ക് മനസ്സിലാക്കി പ്ലാൻ ചെയ്യുക. കാരണം 20 വയസ്സിലെ ഹെൽത്ത് അല്ല 30 വയസ്സിൽ, 30 വയസ്സിലെ ഹെൽത്ത് അല്ല 40 വയസ്സിൽ, 40-ലെ അല്ല 50, 50-ലെ അല്ല 60. അതുകൊണ്ട് ഈ ഏരിയകളിലൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴും ഓർക്കുക, ഓരോ വർഷം കഴിയുമ്പോഴും പീരിയോഡിക്കലി അതിനനുസരിച്ചൊരു പിന്നെ ഒരു മനുഷ്യൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കുന്നോ ഒക്കെ ആണെങ്കിലും അതിനനുസരിച്ച് പ്രീമിയം കൂടും. ആ കൂടുന്ന പ്രീമിയം അടയ്ക്കേണ്ടത് ഓരോ മാസമാണെങ്കിൽ ആ ഓരോ മാസവും ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓൺടർപ്രണേഴ്സ് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് ഫാമിലീസിനെ റിലേ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം ഒരു ബിസിനസ്സിൽ ഒരു പ്രോബ്ലം വന്നു അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ നീഡ്സ് വന്നാൽ നമ്മുടെ ഒരു കുടുംബത്തിൽ അല്ല നമ്മുടെ ഒരു പേഴ്സണൽ ഫൈനാൻസസിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ അല്ലെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരുടെ കുടുംബം കൂടെ നമ്മൾ റിസ്കിലാക്കുമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ തന്നു, നല്ല മനസ്സോടെ അവർ തന്നു, അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഓക്കെ, അത് നമുക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്, അവർക്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കി തന്നെ അത് പക്ഷെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് സ്ട്രക്ചറാക്കി നിങ്ങളുടെ സ്കിൽസിലും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി വിൽ ബി ദെയർ. 1. 2, നമ്മൾ ആ ഒരു അവസരം ഉപയോഗിച്ചു, ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അവിടെ ബന്ധങ്ങൾ മോശമാകും, അവിടെ അലിഗേഷൻസ് വരും, അവിടെ പല കാര്യങ്ങളും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരാം, പറഞ്ഞ കാര്യങ്ങൾ പറയാതിരുന്നെന്ന് വരാം, ബന്ധങ്ങൾ മോശമാകും. ഇത് ഇറ്റ്സ് നോട്ട് റിലേ ഓൺ 1% ഡിസിഷൻ. അവിടെ ഒരുപാട് ആൾക്കാർ സംസാരിക്കും, അത് നിങ്ങളുടെ ആ ഒരു ഓൺടർപ്രണോറിയൽ ജേർണിയിൽ അത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. സോ ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം all those things. ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചോളം ഇഗ്നോറിംഗ് ഇൻഫ്ലേഷൻ ഇസ് എ മിസ്റ്റേക്ക് എന്ന് എന്തുകൊണ്ടാണ് പറയണേ? കാരണം ഒരു എക്സാമ്പിൾ ത്രൂ പറയാം, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ക്ലാരിറ്റി അത്രത്തോളം ഇല്ലാത്ത എങ്കിലെന്തോ ഒരു വലിയ റിസ്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഇൻഫ്ലേഷൻ. അങ്ങനെ ഒരു 2000 to 2006 ഈ ഒരു സമയത്ത് ഒരു ചായയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 രൂപ. ഓക്കെ, ഇപ്പോൾ അതേ ചായക്ക് 12 രൂപയുണ്ട്. അന്നത്തെ സമയത്ത് പെട്രോളിൻ്റെ പ്രൈസ് എത്രയുണ്ട്? ഒരു 25-30 ആ റേഞ്ചിൽ. ഇന്ന് എത്രയുണ്ട്? 100+. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഇൻഫ്ലേഷൻ കൊണ്ടാണ്. ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്താ പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ ഗോൾഡ് കൺസംഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സിനാരിയോസ്, അതുപോലെ നമ്മൾ ഓയിൽ കൺസംഷൻ ഏറ്റവും കൂടുതലാണ്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ. അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഓരോ ദിവസവും നടക്കുന്ന കല്യാണങ്ങൾ, വീട് മാറി താമസം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ നീഡ്സ് ഫുൾഫിൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാത്ത എങ്കിൽ വെളിരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പം അവർക്ക് ഡിമാൻഡ് കൂടുകയും അവർക്ക് അവരുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടുകയും നമ്മളുടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയും ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുകയും അതിലൂടെ ഈ ഒരു കാര്യങ്ങൾ ഇൻഫ്ലേഷനും കാര്യങ്ങളും ഒക്കെ തീവ്രമാകുന്നു. അപ്പോൾ നമ്മളവിടെ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കി നമ്മളുടെ നീഡ്സ് ആ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് സേഫ് ഗാർഡ് ചെയ്യുന്നത് എപ്പോഴും വളരെ ക്ലാരിറ്റിയുള്ള ഒരു കൺസേണാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അത് പ്രോപ്പർട്ടിയിലാണെങ്കിലും ശരി, മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ശരി, ഇൻഷുറൻസിലാണെങ്കിലും ശരി, അതല്ല ഗോൾഡിലാണെങ്കിലും ശരി, വേറെ.
അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഓൾവേസ് കൺസിഡർ ഇൻ പ്രൈമർലി യുവർ പ്ലാനിങ്. ഒരു ബിസിനസ്സിൽ എക്സിറ്റ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ബ്രില്യൻ്റ് ക്വസ്റ്റൻ ആണ് എക്സിറ്റ് സ്ട്രാറ്റജി. കാരണം ഏതൊരു ബിസിനസ്സിനും അതിന് ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട്. അതിനൊരു വിഷനോടുകൂടി ഒരു പർപ്പസിൽ അലൈൻഡ് ആയിട്ടാണ് ഒരു ബിസിനസ് എപ്പോഴും നിലനിൽക്കുന്നത്, കാഴ്ചപ്പാടുകളിൽ. അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, നമ്മുടെ സ്കിൽ സെറ്റ് ആ ബിസിനസ്സിന് വേണ്ടി വരുന്ന ഒരു ഏരിയ, ഇതെല്ലാം നമ്മൾ നേരത്തെ മനസ്സിലാക്കുക തന്നെ വേണം. നമ്മൾ അതാണ് ഓൺട്രപ്രനർ. നമ്മളെ കൊണ്ട് എത്ര നാൾ, എത്ര സമയം, നമ്മുടെ ഏതൊക്കെ സ്കിൽ സെറ്റ് എത്ര ലെവലിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു. നമ്മുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു നെക്സ്റ്റ് ലെഗസിയിലേക്ക് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കൂടി എങ്ങനെയായിരിക്കണം നമ്മളുടെ എക്സിറ്റ്, വാട്ട് ഈസ് ദ ടേംസ്, അത് ബിസിനസ് തുടങ്ങുമ്പോഴും അത് കൂടാതെ ഒരു സർട്ടൻ പീരീഡിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇത് ഒരു രീതി. 2, പാർട്ട്നേഴ്സ് കൂടി ആണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഇന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്ത് ഇത്ര ദൂരം യാത്ര എത്തുമ്പോൾ ഇന്ന കാര്യങ്ങളാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇന്ന കാര്യങ്ങളാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പ്രോആക്റ്റീവ്നെസ് കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ കോൺട്രാക്റ്റിൽ കൊണ്ടെത്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നാണ്, ഏത് കാര്യത്തിലാണ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇഫ് സംതിങ് ലൈക്ക് ഇഫ് ഡെത്ത് ഹാപ്പൻസ്, എങ്ങനെയായിരിക്കണം ഇപ്പോൾ ഒരു പാർട്ട്ണറിന് ഒരു മരണം സംഭവിച്ചു, അവിടെ ആ പാർട്ട്ണർ അപ്പോൾ എന്താണ്, എക്സിറ്റ് ആവുകയാണ്. അന്നേരം പാർട്ട്ണറിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമാണോ എടുക്കുന്നത്, അതോ റൈറ്റ് പാർട്ട്നേഴ്സിനെയാണോ എടുക്കുന്നത്? ഇതൊരു സ്ട്രാറ്റജിയാണ്. അതുപോലെ ഒരു പാർട്ട്ണർ പറഞ്ഞ് എനിക്ക് ഒരു 3 അല്ലെ ഒരു 4 പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് ചിലപ്പം മാനസികമായിട്ട് ഒത്തുപോകാൻ കഴിയുകയില്ലാത്തതാണ് സിനാരിയോയിൽ. വാട്ട് ഈസ് എ ടൈംസ്? അത് നമ്മൾ വളരെ കൃത്യമായിട്ട്, കാരണം ഇത് ബിസിനസ് കോച്ചിങ്ങിൽ വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന ഏരിയയാണ് എക്സിറ്റ് സ്ട്രാറ്റജി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഇല്ലാതെ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു വളരെ വലിയ മിസ്റ്റേക്ക് ആണ് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് വിന്നിങ് ദ ബാറ്റിൽ ലൂസിങ് ദ വാർ. കാരണം നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്ന സംഭവം, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്താണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു പ്രോസസ്സാണ്. ഇത് ഇപ്പം ചെയ്തു അല്ലെ അടുത്ത ദിവസം നിർത്തുക എന്നല്ല, ഇറ്റ്സ് എ പ്രോസസ്സ്. നമ്മൾ എത്ര കാലം ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, എത്ര കാലം ബിസിനസ് നടത്തുന്നുണ്ടോ, ഈ സമയങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ടേംസിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുകൾ നടത്തണം. സോ ഇറ്റ്സ് എ പ്രോസസ്സ്, ഒരു ലോങ് ജേർണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് വേണം, എന്ത് വേണ്ട എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The right time, the right money at the right hand at the right place. വളരെ കൃത്യമായിട്ട് നമ്മളത് പ്ലേസ് ചെയ്യണം. ഏത് സമയത്ത് ആരുടെ കയ്യിൽ എത്രത്തോളം പൈസ എന്ത് കാര്യത്തിന് വേണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നമുക്ക് തുടക്കത്തിലേ തന്നെ ഉണ്ടെങ്കിൽ the process is very simple. So that's why financial planning, it's a process, it's not a product. അതുകൊണ്ട് അത് പീരിയോഡിക്കലി അതിനെ റിവ്യൂ ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതൊരു അവയർനെസ്സാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ചെറിയ ഓൺട്രപ്രനേഴ്സോ വലിയ ഓൺട്രപ്രനേഴ്സോ അല്ല, ഹോറിറ്റസ് അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ സക്സസ്, അതിൻ്റെ മൈൻഡ് സെറ്റ്. നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യൂട്യൂബ്സും ഗൂഗിൾസും അല്ലെങ്കിൽ ചാറ്റ് GPTസും നമ്മളിങ്ങനെയെല്ലാം പല രീതിയിൽ നിന്ന് നമ്മളെന്താണ് അതിൽ നിന്ന് നമ്മുടെ വേർഷനോട് കൂടി ചെയ്യും. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ട്.
കാരണം അറിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അത് ഏറ്റവും ശക്തമായിട്ട് നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സ് അവിടെ ലാക്കിങ് ആണ്. കാരണം എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള ചോദ്യം മനസ്സിലാകണം. അതൊരു പ്രൊഫഷണലിൻ്റെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല എത്തിക്കലി കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്നാണെങ്കിൽ അവരത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്തു എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവർക്ക് ട്രാക്ക് റെക്കോർഡ് കൊണ്ട് അവർക്ക് കാണിച്ചു കഴിയുമ്പോൾ യു ക്യാൻ ട്രസ്റ്റ് ദ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ കൊണ്ടാകുന്ന ആ ഒരു തെറ്റിദ്ധാരണകളോടെ മാറ്റാൻ സാധിക്കും. ശരിയാണ്. ചിലർക്കുണ്ട് അവർക്ക് എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്ക് തന്നെത്താനേ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ, അത് തന്നെ ഒരു വലിയ തെറ്റാണ്. സോ ഇന്നത്തെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. അപ്പം താങ്ക് യു സോ മച്ച് രാഹുൽ ബീയിങ് വിത്ത് us. താങ്ക് യു.